സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രന്യ റാവുവിന് ജാമ്യമില്ല. ജാമ്യഹർജി സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കോടതി തള്ളി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, ഈ സ്വർണ്ണക്കടത്തിൽ രന്യയുടെ പങ്ക്, രന്യയ്ക്ക് ലഭിച്ച സഹായം, ഇതൊക്കെ DRI നേരത്തെ കോടതിയിൽ വിശദമായി വിവരങ്ങൾ കൈമാറിയതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയതാണ്. ഇപ്പോൾ ജാമ്യമില്ല. വിശദാംശങ്ങൾ എന്താണ് റഹീസ്? ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച അറസ്റ്റിലായ നടി രന്യ റാവു, നടി ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പങ്ക് ഓരോ ദിവസവും കൂടുതൽ വെളിച്ചത്തിൽ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ ഈ ജാമ്യാപേക്ഷയെ തുടക്കത്തിൽ തന്നെ ഈ കോടതി തള്ളുകയായിരുന്നു. കാരണം കേസിൽ കൃത്യമായ പങ്ക് നടിക്കുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് DRI നൽകിയ ഓരോ തെളിവുകളും കോടതി അത് കൃത്യമായി നിരീക്ഷിച്ചു. ശേഷം ജാമ്യം നൽകില്ല എന്നുള്ളൊരു വിധിയും പുറപ്പെടുവിച്ചു. ഈ ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ വളർത്തുമകളായ രന്യ റാവുവിന് വഴിവിട്ടുള്ള പലതരത്തിലുള്ള ഇടപാടുകളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ. അതിൽ തന്നെ 12 കോടിയിലധികം രൂപ വില വരുന്ന 14.8 കിലോഗ്രാം സ്വർണമാണ് അന്ന് ഈ ഒരു എയർപോർട്ടിൽ വെച്ച് പിടികൂടിയിരുന്നത്. ശേഷം നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 6 കോടിയിലധികം വരുന്ന സ്വർണം വീണ്ടും പിടിച്ചെടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ രന്യയുടെ ദുബായ് സന്ദർശനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില അവ്യക്തതകൾ, അതിൽ നിന്ന് ലഭിച്ച ചില തെളിവുകൾ, അന്വേഷണങ്ങളൊക്കെയും ഈ ഘട്ടത്തിൽ കോടതി കൃത്യമായി നിരീക്ഷിച്ചു. എന്തായാലും നടിക്ക് ഉടനൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന സൂചനയാണ് ഇന്നത്തെ ഒരു ജാമ്യാപേക്ഷയിൽ ഉണ്ടായ വാദത്തിൽ നിന്നും ഒപ്പം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്നും ഉത്തരവിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത്. റീജിത്ത്. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.